ബേബി ഞാനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് കോൺവെർസേഷൻ ചെയ്യാൻ താല്പര്യമില്ല. ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാം, എനിക്ക് റിലേഷൻഷിപ്പ് താല്പര്യമില്ല. എന്റെ അമ്മയ്ക്ക് തളർവാദ, അച്ഛനാണെങ്കിൽ വിര പിടിച്ചിട്ട് കുറെ നാളെ കിടപ്പില്ല. ഒരു അനിയനും അനിയത്തിയും ഉള്ളതാണെങ്കിൽ ഇഴഞ്ഞിട്ടാണ് സ്കൂളിൽ പോകുന്നത്, അറിയോ? അവരെ ഒരു കാറിൽ കൊണ്ടാക്കാനുള്ള ഒരു സാമ്പത്തിക പോലും ഞങ്ങൾക്കില്ല. എന്നിട്ടും ആ ഇല്ലാത്ത പൈസ കൊണ്ട് ഞാൻ നോയോയിൽ കൊണ്ടുപോയിട്ട് നിനക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നത്, അതും എന്റെ സന്തോഷത്തിനല്ല, നിനക്ക് വേണ്ടിയിട്ട്, നിന്റെ ഹാപ്പിനെസിന് വേണ്ടിയിട്ട്. എന്നിട്ട് നീ എന്നെ സംശയിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ. എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. എക്സ് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്റെ തല തിന്ന് അവളെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് പലർക്കും അറിയില്ല, ഞങ്ങൾ ബ്രേക്കപ്പ് ആയ കാര്യം പോലും അറിയില്ല. കാരണം അത്രയ്ക്ക് നാണക്കേടായിരുന്നു എനിക്ക് നാട്ടുകാരോട് പറയാൻ. നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് നമുക്ക് അറിഞ്ഞാൽ പോരെ, എന്തിനാ നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യം? ഇതിനെ റിലേഷൻഷിപ്പിന്റെ ഒക്കെ ആവശ്യം? നീയും ഞാനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ, അല്ലാതെ എല്ലാവരും മുമ്പിൽ കൈ പിടിച്ച് നടക്കാനും കെട്ടിപ്പിടിക്കാനും ഇതെന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഐ ലവ് യു പറയാം, ഇതിനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ കുറച്ച് ഓവറാ. നീ കാണുന്നില്ല നിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്ന എല്ലാവരും ഫേക്കാ. നിന്നെ സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ എനിക്കെന്താ ഇപ്പൊ റിലേഷൻഷിപ്പിലായാല് നിനക്ക് കുറച്ചെങ്കിലും എന്നോട് ഇഷ്ടമുണ്ട് എന്നാണെങ്കിൽ നീ എന്നൊന്ന് മനസ്സിലാക്ക്. റൂമിൽ ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി? ഇല്ലെങ്കിൽ എന്നെ വിളിക്കുക. എന്റെ ചെറുപ്പത്തില് എന്റെ ഒരു പട്ടി ഉണ്ടായിരുന്നു. 10 വയസ്സ് വരെ ഞാൻ പട്ടീനെ സ്നേഹിച്ച് വളർത്തിയതാ. അത് മരിച്ചതിന് ശേഷം എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല, അറിയോ? എന്റെ ലൈഫ് ഇപ്പൊ സത്യം പറഞ്ഞാല് മെസ്സി. എന്റെ മെസ്സി ലൈഫിലേക്ക് നിനക്ക് വരണമെന്നാണ് നീ പറയുന്നെങ്കിൽ നിനക്ക് ഭ്രാന്ത. നീ ഓടി രക്ഷപ്പെട്ടോ, നിനക്ക് കിട്ടുന്ന ചാൻസിൽ ഓടി രക്ഷപ്പെട്ടോ, അതാ നല്ലത്. ഓ ഗോഡ്, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നെ ഇഷ്ടമായോണ്ടല്ലേ നിന്റെ റൂമിൽ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ വരുന്നത്. അതുപോലെ നിന്റെ റൂമിൽ ആൾക്കാരുള്ളപ്പോൾ നമ്മൾ ഓയോല് പോകുന്നത്. ഇതിൽ കൂടുതൽ സ്നേഹം കാണിക്കാൻ എനിക്ക് അറിയില്ല. നീ പറയും ഞാൻ എങ്ങനെയാ സ്നേഹം കാണിക്കണ്ടേ? നിനക്ക് എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. നീ വെറുതെ ഓവറാക്കുക, വെറുതെ എന്റെ തല തിന്നാനായിട്ട്. എനിക്ക് ഓൾറെഡി കുറെ പ്രോബ്ലംസ് ഉണ്ട്, അതിന്റെ ഇടയിൽ കൂടി